ഇത് കണ്ടോ, പിള്ളേരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചതാ കേട്ടോ. അവരും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൊബൈലൊക്കെ എടുത്ത്, ഏതായാലും മൊബൈലും പൊട്ടാതെ എനിക്ക് തിരിച്ചു കിട്ടി. ഒരു ഗ്ലാസ് മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ടുണ്ട്. ഇതിനി എന്ത് ചെയ്യാൻ പോവാന്നറിയാവോ? വാ കാണിച്ചു തരാം. കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അത് നേരെ ഇങ്ങ് വാങ്ങിക്കുക, നന്നായിട്ട് ഇളക്കി നമുക്കൊരു 2 ലിറ്റർ വെള്ളവുമായിട്ട്, ഇത് ശരിക്കും പറഞ്ഞാല് 1.5 ലിറ്റർ വെള്ളമാണേ, 1.5 ലിറ്റർ നമുക്കൊരു 2 ലിറ്റർ വെള്ളത്തിലോട്ട് പിന്നെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ആയിട്ട് മഞ്ഞൾ ഒഴിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അസിഡിക് ആക്കി കളയും, നമ്മുടെ മണ്ണിന് അസിഡിക് ആക്കി കളയും. അതുകൊണ്ട് നന്നായിട്ട് പിന്നെ അങ്ങോട്ട് ഡൈലൂട്ട് ചെയ്യുക. ഒരു 24 hours നമ്മൾ അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേയില് കരിയാപ്പ് പോലുള്ള ചെടികൾക്ക്, എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും, വെജിറ്റബിൾസിന് ഇട്ട് കൊടുക്കാൻ പറ്റും. മാസത്തിൽ 1 പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇവൻ നല്ല ഒന്നാന്തരം ഒരു നാച്ചുറൽ മെഡിസിൻ ആണ് നമ്മളുടെ ചെടികൾക്ക്. അവർക്ക് ആവശ്യമായ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ആൻഡ് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് നല്ല സൂപ്പറായിട്ട് നമ്മളുടെ ഈ മഞ്ഞൾപ്പൊടിക്കകത്തുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പാക്കറ്റിൽ വരുന്ന മഞ്ഞൾ ഞാൻ ഗ്യാരണ്ടി തരത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾ നമ്മൾ വീടുകളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് അത് മില്ലിൽ പൊടിപ്പിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ മഞ്ഞൾ ഉപയോഗിക്കുന്നത്. ആ മഞ്ഞൾ പൊടിക്ക് ഞാൻ 100% ഗ്യാരണ്ടി കേട്ടോ. എല്ലാവരും ഇനി മക്കളുടെ കയ്യിൽ നിന്ന് ആ മഞ്ഞൾ ഇങ്ങ് വാങ്ങിക്കുക, അവർ കലക്കിയത് കളയരുത്, ചെടികൾ പൊഴിച്ചു കൊടുക്കുക. ഫ്രീക്വൻസി 1 in a month. ഓക്കെ.